നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം വന്നെത്തുകയായി. ഭാരതത്തിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള അത്യസാധാരണവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു സമര പദ്ധതിയിലൂടെ അഹിംസയിലൂന്നിയ തീർത്തും നിർദോഷകരമായി എന്നാൽ അതിശക്തമായ ആന്തരിക വിപ്ലവം സൃഷ്ടിക്കുന്ന മാർഗത്തിലൂടെ സ്വാതന്ത്ര്യത്തെ നേടിയെടുത്ത ചുരുക്കം ചില രാഷ്ട്രങ്ങളിലൊന്നാണ് ഭാരതം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ ദിനവും ദേശസ്നേഹത്തിനുമൊക്കെ ഒരുപാട് പ്രാധാന്യമേറി വരികയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ആവശ്യമില്ലാത്ത ദേശവിരുദ്ധതയും അല്ലെങ്കിൽ സൈന്യത്തിനും ഭാരതീയമായിട്ടുള്ള എല്ലാത്തിനെയും ആവശ്യമില്ലാതെ പുച്ഛിക്കുക, ഇത് ഒരു ഫാഷനാകുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിനും അർഹിക്കുന്ന പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളുടെ രക്തവും അവരുടെ വിയർപ്പും എല്ലാം ഈ ഭൂമിയിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ടും അർപ്പിച്ചതിന്റെ ഫലമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട്. അതെ, ഈ ദിവസം നമ്മൾ പുതിയൊരു സംരംഭം കൂടി തുടങ്ങുകയാണ്. വായനയുടെ ലോകത്ത് വളരെയധികം നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകളിലെ പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ളതും എൻ്റെ സുഹൃത്തുക്കൾ വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങളെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ആ ഒരു യാത്രയ്ക്ക് നമ്മൾ ഇന്ന് ഈ ഒരു സുദിനത്തിൽ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും നമ്മൾ വ്യത്യസ്തമായ 2 പുസ്തകങ്ങൾ അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അറിവ് അനുഭവമാകുമ്പോൾ അത് കൂടുതൽ ആനന്ദത്തിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും നയിക്കുമെന്നാണ് ഗുരുദേവ് ശ്രീ രവിശങ്കർജി എപ്പോഴും പറയാറുള്ളത്. അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്, അന്തരംഗം തന്നെയാണ് മഹത്തായ പുസ്തകം, അന്തരാത്മാവ് തന്നെയാണ് മഹത്തായ പുസ്തകം, അതിലേക്കുള്ള വായനയാണ് ധ്യാനം എന്ന് പറയുന്നത്. അതെ, നമ്മുടെ രാഷ്ട്രം എന്നും പരമമായ സത്യത്തിനെ തേടാനായിട്ട്, ആ പരമമായിട്ടുള്ള സത്യത്തിനെ കൂടുതൽ സാക്ഷാത്കരിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ഋഷിവര്യന്മാരുടെ നാട് കൂടിയാണ്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരേ രീതിയിൽ ജീവിതത്തെ കണ്ട രണ്ടും ഒരുമിച്ച് പോകണമെന്ന്, ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും രണ്ടും ഒരേപോലെ പോകുമ്പോഴേ നമ്മൾ പൂർണ്ണമായ ഒരു ജീവിതത്തിന്റെ അനുഭവം നമുക്ക്, ആ ഒരു ഭാവം നമുക്ക് അനുഭവിക്കാൻ കഴിയൂ എന്ന് ഉദ്ഘോഷിച്ച ഈശാവാസ്യ ഉപനിഷത്ത് ഉൾപ്പെടെയുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെല്ലാം കൂടുതൽ പ്രചോദനവും അതേപോലെ തന്നെ ആത്മാഭിമാനവും പകർന്നു നൽകിയ മഹാനായിട്ടൊരു മഹർഷിവര്യരായിരുന്നു വിവേകാനന്ദ സ്വാമി. ശ്രീകൃഷ്ണന് ശേഷം നിത്യയൗവനത്തിലൂടെ നമുക്ക് എന്നും കാണാൻ കഴിയുന്ന, എപ്പോ കണ്ടാലും ഒരു യൂത്ത്ഫുൾനെസ് ഫീൽ ചെയ്യും. ശ്രീകൃഷ്ണനെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും നമ്മൾ വായിച്ചറിഞ്ഞതിൽ എപ്പോഴും നമുക്കറിയാം ഒരു നിത്യഹരിതമായിട്ടുള്ള ഒരു ഭാവമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും. ഏതാണ്ട് അതേപോലെ തന്നെ നിത്യഹരിതമായ നിത്യ യൗവനത്തിൽ സദാ ജ്വലിക്കുന്ന ഒരു മുഖത്തോട് കൂടിയ ഒരു യോഗിവര്യൻ നമ്മുടെ രാഷ്ട്രത്തിലുണ്ടെങ്കിൽ അത് വിവേകാനന്ദ സ്വാമികളല്ലാതെ വേറെ ആരുമല്ല. 40 വർഷങ്ങൾക്കുള്ളിൽ ഭാരതത്തിന്റെ യശസ് കേവലം 2 വാക്കുകളിലൂടെ, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് തുടങ്ങുന്ന ചെറിയൊരു പ്രഭാഷണത്തിലൂടെ ഭാരതത്തിന്റെ ആത്മാഭിമാനത്തെ വാനോളം ഉയർത്തിയ മഹാനായ ഋഷിവര്യൻ ശ്രീരാമകൃഷ്ണ പരമഹംസ ദേവരുടെ അരുമശിഷ്യനായ ശ്രീ നരേന്ദ്രനാഥ് ദത്ത എന്ന ശ്രീ വിവേകാനന്ദ സ്വാമികളെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, മഹാത്മാഗാന്ധിജിക്കും എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഒരേപോലെ പ്രചോദനം നൽകിയ ഒരു മഹാവ്യക്തിത്വമായിരുന്നു വിവേകാനന്ദ സ്വാമികൾ എന്നത് തർക്കമറ്റ സംഗതിയാണ്. അതെ, വിവേകാനന്ദ സ്വാമികളുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അപഗ്രഥിച്ചുകൊണ്ട് ഡോക്ടർ ബി എസ് ശർമ്മ രചിച്ച യുഗാചാര്യൻ എന്നൊരു പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യാത്ര തുടങ്ങട്ടെ. യുഗാചാര്യൻ, ഇത് DC ബുക്സിന്റെ പുസ്തകം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് പുസ്തകം, വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് അപഗ്രഥിക്കുന്ന യുഗാചാര്യൻ, ഡോക്ടർ ബി എസ് ശർമ്മ. അപ്പോ ഇതിലെ ഏറ്റവും എന്നെ ത്രസിപ്പിച്ച ഒരു ഏട് വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രവും അദ്ദേഹത്തിനെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നത് നമുക്ക് ഈ പുസ്തകത്തിലൂടെ തന്നെ കടന്നു പോകാം. ഈ ഭൂമണ്ഡലത്തിൽ അനുഗ്രഹീതമായ പുണ്യഭൂമി എന്ന് അവകാശപ്പെടാവുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ, താന്താങ്ങളുടെ കർമ്മങ്ങൾക്ക് സമാധാനം പറയാൻ ആത്മാക്കൾക്കൊക്കെ വന്നെത്തേണ്ടുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ, ഈശ്വരാഭിമുഖമായ യാത്ര തുടരുന്ന ഓരോ ആത്മാവിനും തന്റെ അന്ത്യവിശ്രമസ്ഥാനം നേടുവാൻ വന്നെത്തേണ്ടുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ, മനുഷ്യരാശിക്ക് സൗമ്യത, ഔദാര്യം,
പരിശുദ്ധി, ശാന്തി എന്നിവയിലേക്ക് ഏറ്റവും അടുത്തെത്താൻ കഴിഞ്ഞ ഒരു രാജ്യമുണ്ടെങ്കിൽ, എല്ലാത്തിനും മീതെ അന്തർദൃഷ്ടിയുടെയും ആധ്യാത്മികതയുടെയും ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഈ ഭാരതഭൂമിയാണ്. ഇവിടെ നിന്നാണ് കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ഭൂഭാഗങ്ങളെ ആനന്ദത്തിൽ ആറാടിച്ച ദർശന തരംഗങ്ങളുടെ വേലിയേറ്റങ്ങൾ പുറത്തിട്ടിട്ടുള്ളത്. പ്രായോഗികമായ ആധ്യാത്മികതയുടെ മഹനീയ ദൃഷ്ടാന്തങ്ങൾ ഈ ത്യാഗഭൂമിയിലെന്നോണം ലോകത്ത് മറ്റൊരിടത്തും കാണുവാൻ സാധ്യമല്ല. അനുഗ്രഹീതമായ നമ്മുടെ ഈ രാജ്യത്തിലെന്ന പോലെ മറ്റൊരിടത്തും കർമ്മസത്യങ്ങൾ ഇത്രയേറെ വികസിച്ചു വന്നിട്ടില്ല. ഈ ഭാരതമാണ് 100 വൈദേശിക ആക്രമണങ്ങൾക്കും ആചാര്യമര്യാദകളിലുണ്ടായ 100 വിപ്ലവങ്ങൾക്കും നൂറ്റാണ്ടുകളായി ഏൽപ്പിച്ചിട്ടുള്ള തട്ടുകളും ഞെട്ടലുകളും ഏറ്റ് പതറാതെ നിന്നിട്ടുള്ളത്. ഒടുങ്ങാത്ത വീര്യവും അനശ്വരമായ ജീവിതവും ചേർന്ന് ഭൂമിയിലുള്ള ഏതു ശിലോച്ചയത്തെയും ഏതു പർവ്വതത്തെയും വെല്ലുന്ന ഉറപ്പോടുകൂടി നിലകൊള്ളുന്ന നാടും ഇത് തന്നെ. അതിൻ്റെ ജീവിത സ്വഭാവം ആത്മാവിൻ്റേതുപോലെ അനശ്വരമാണ്, അനാദി, അനന്തം, അമരം. അത്തരത്തിലുള്ള ഒരു നാടിൻ്റെ സന്താനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റാവുന്ന വാക്കുകളാണ് ഈ വിവേകാനന്ദ സ്വാമികളുടെ പുസ്തകത്തിൽ ഇദ്ദേഹം ഭാരതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ. തുടരുകയാണ്. നമ്മളോട് ഓരോരുത്തരോടും അദ്ദേഹം പറയുന്നത്, നിങ്ങളോട് ഞാൻ പറയട്ടെ, നമുക്ക് ആവശ്യം കരുത്താണ്. ആ കരുത്ത് നേടുവാനുള്ള ഒന്നാമത്തെ ചുവടുവെപ്പ് ഉപനിഷത്തുക്കൾ ഉയർത്തുക, ഉപനിഷത്തുക്കൾ പോലെ ജ്ഞാനസത്യങ്ങളിൽ കൂടുതൽ ജീവിക്കുക. ഭഗവത്ഗീതയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയും കൂടി അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാളുകൊണ്ട് എന്നെ മുറിക്കുവാൻ കഴിയുകയില്ല, ഞാനെന്ന ബോധത്തെ ആയുധങ്ങൾ കൊണ്ട് എന്നെ അരിയുവാൻ കഴിയില്ല, തീ കൊണ്ട് എന്നെ എരിക്കാനും കാറ്റുകൊണ്ട് ഉണക്കുവാനും കഴിയാത്ത ഞാൻ എന്ന മഹാബോധം, സർവശക്തൻ സർവജ്ഞൻ, അഹം ബ്രഹ്മാസ്മി എന്ന ആ മഹത്തായ സത്യം ഉൾക്കൊണ്ട രാഷ്ട്രം, അതിൽ ജീവിച്ച ഒരുപാട് ഋഷിവര്യന്മാരുടെ പിന്മുറക്കാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ് ആ സത്യത്തെ കൂടുതൽ ജ്വലിപ്പിച്ച് മുൻപോട്ട് പോവുക എന്ന്. ഇത്രയും മഹത്തരമായിട്ടുള്ള സന്ദേശം പകരുന്ന ഒരുപാട് ഏടുകളുള്ള ഒരു പുസ്തകമാണ് യുഗാചാര്യൻ എന്ന നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള അപഗ്രഥിച്ചിരിക്കുന്ന പുസ്തകം. ഇനി നമുക്ക് മറ്റൊരു പുസ്തകത്തിലേക്ക് പോകാം. വിവേകാനന്ദ സ്വാമികൾക്ക് ശേഷം ഏതാണ്ട് 10-60 വർഷങ്ങൾക്ക് ശേഷം ലോകത്തെ മുഴുവൻ മറ്റൊരു വിപ്ലവത്തിലൂടെ ഒരുപാട് വിവാദങ്ങളിലൂടെ തന്നിലേക്ക് ആകർഷിപ്പിച്ച മറ്റൊരു ഗുരുവായിരുന്നു ശ്രീ ഓഷോ രജനീഷ്. ആചാര്യ രജനീഷ് എന്ന നാമധേയത്തിൽ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഓഷ്യാനിക്, സമുദ്രാതീതം, സാമുദ്രികം പോലെ എന്ന അർത്ഥം വരുന്ന ഓഷോ എന്ന ജാപ്പനീസ് വേർഡ് തന്റെ സ്വന്തം നാമമായിട്ട് സ്വീകരിച്ച ഓഷോ രജനീഷ്. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. പലർക്കും അദ്ദേഹത്തിന്റെ ദർശനങ്ങളോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാവാം. പക്ഷേ അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച്, നമ്മുടെ ഭാരതത്തെക്കുറിച്ച് വളരെ സുവർണമായ ലിപികളിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണ വേളകളിൽ. അതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഓഷോയുടെ ഇന്ത്യൻ പ്രിയങ്കരി, ഇന്ത്യ മൈ ലവ് എന്ന ഒരു പുസ്തകം കൂടിയുണ്ട്. ഇതാണ് ഇന്ത്യൻ പ്രിയങ്കരി. ഇത് സൈലൻസ് എന്ന ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വളരെ ത്രസിപ്പിക്കുന്ന വീക്ഷണമാണ് ഓഷോയിന് ഭാരതത്തെക്കുറിച്ചുണ്ടായിരുന്നത്. നമ്മുടെ എല്ലാം ഭാരതത്തെ ഒരു രാഷ്ട്രമായിട്ട്, ഒരു സ്ഥലം, ഒരു ഭൂവിഭാഗമായിട്ട് കാണുമ്പോൾ ഓഷോയുടെ വീക്ഷണം വ്യത്യസ്തമാണ്. നമുക്കൊന്ന് കേട്ടുനോക്കാം എന്താണ് അദ്ദേഹം ഭാരതത്തെക്കുറിച്ച് അളവറ്റ ആനന്ദത്തോടെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ മൈ ലവ്, ഇന്ത്യ എൻ പ്രിയങ്കരി. ഇന്ത്യ കേവലം ഭൂമിശാസ്ത്രപരമോ ചരിത്രമോ അല്ല, അതൊരു ദേശീയ രാഷ്ട്രമോ രാജ്യമോ ഒരു ഭൂവിഭാഗമോ അല്ല. അത് അതിലും കവിഞ്ഞ മറ്റെന്തോ ആണ്. അതൊരു ഉൽപ്രേക്ഷയും കവിതയുമാകുന്നു. അദൃശ്യവും ഒപ്പം വളരെ വ്യക്തവുമായ ഒന്ന്. മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധം ചില സവിശേഷ ഊർജമണ്ഡലത്താൽ പ്രകമ്പിതമാണ് ഭാരതം.
പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ അവബോധത്തിന്റെ പരമവിസ്ഫോടനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ കമ്പനം ഇവിടെ ഇന്നും സജീവമാണ്. അവരുടെ സ്വാധീനം ഈ അന്തരീക്ഷത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. ഒരൽപ്പം സമഗ്ര വീക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കുകയേ വേണ്ടൂ. അസാധാരണമായ ഈ നാടിനെ വലയം ചെയ്യുന്ന ആ അദൃശ്യമായതിനെ സ്വീകരിക്കാനുള്ള കാര്യപ്രാപ്തി, അതെ, അതാണ് വേണ്ടത്. കാരണം അത് ഒരു ഒറ്റ അന്വേഷണത്തിന് വേണ്ടി സർവ്വതും ത്യജിച്ചിരിക്കുന്നു. സത്യത്തിനായിട്ടുള്ള അന്വേഷണം, സത്യത്തിനായിട്ടുള്ള അന്വേഷണം. തീർച്ചയായും ഇന്ത്യയുടെ അന്വേഷണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയും ഒരു താളവും എന്നും അത് തുടർന്നു പോന്നിരുന്നു. ബുദ്ധന്റെ, മഹാവീരന്റെ, ശങ്കരന്റെ, അതേപോലെ അനവധി ഭക്തന്മാരുടെ, നിരീശ്വരവാദികളുടെ, ശാസ്ത്രജ്ഞന്മാരുടെ, ചാർവാകന്മാരുടെ എല്ലാം സുഗന്ധം ആ അന്വേഷണത്തിൽ എന്നും സ്വാധീനിച്ചിരുന്നു. ഇത്ര മഹത്തരമായിട്ട് എല്ലാ ദർശനങ്ങളെയും ഒരേ കീഴിൽ കൈകളിലേറ്റാൻ ഭാരതത്തെ പോലെ മറ്റൊരു രാഷ്ട്രത്തിനും കഴിഞ്ഞിട്ടില്ല എന്ന് ഓഷോ വീണ്ടും വീണ്ടും സമർത്ഥിക്കുകയാണ്. ഒരുപാട് വചനങ്ങൾ ഇതിലുണ്ട്. അതേപോലെ ഇന്ത്യയുടെ മുഴുവൻ കഥയും അഹിംസയുടെ കഥയാണ്. ലോകത്തിലെ ഒരു രാജ്യവും ഈ അർത്ഥത്തിൽ, ഇതേ അർത്ഥത്തിൽ ഇന്ത്യയെ പോലെ സ്ത്രൈണമായിരുന്നില്ല. അത് കിഴക്കിന്റെ സുഗന്ധമാണെങ്കിൽ പൗരസ്ത്യർക്ക് പല രഹസ്യ താക്കോലുകളും കൈവശമുണ്ട്. എന്നാൽ ഒരൊറ്റ താക്കോല് തന്നെ ധാരാളമാണ്. കാരണം ആ ഒരൊറ്റ താക്കോലിന് തന്നെ 1000 പൂട്ടുകൾ തുറക്കുവാൻ കഴിയും. സത്യത്തിന്റെ ഇൻവോക്കേഷൻ ഓഫ് ട്രൂത്ത്, ആ ഒരു സത്യത്തിനെ ഉണർത്താനുള്ള ആ ഒരു താക്കോലാണ് നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ഋഷിവര്യന്മാര് കണ്ടെത്തിയ സുവർണമായ നിധി എന്ന് പറയുന്നത്. അത് എന്നും അവനവന്റെ തന്നെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ഇതാണ് ഓഷോവിന്റെ ഇങ്ങനെ ഒട്ടനവധി മനോഹരമായിട്ടുള്ള കഥകളും ഉദാഹരണങ്ങളും നിറഞ്ഞ മഹത്തരമായ മറ്റൊരു പുസ്തകമാണ് ഓഷോയുടെ ഇന്ത്യൻ പ്രിയങ്കരി എന്ന് പറയുന്നത്. കേവലം ഈ ഒരു ഭൂമിയിൽ ജനിക്കുക മാത്രമല്ല, സത്യത്തിനെ ജ്വലിപ്പിക്കാനായിട്ട് അത്യസാധാരണമായിട്ടുള്ള ആ ആനന്ദത്തെ, ആ സത്യത്തെ അനുഭവിക്കാനുള്ള ആ ഒരു ത്വര, ഫയർ ഓഫ് സീക്കിംഗ് ദ ട്രൂത്ത്, അത് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഭാരതീയനാകുന്നതെന്നാണ് ഓഷോ ഉൾപ്പെടെയുള്ള മഹാഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. അതെ, എന്നും സത്യത്തിനെ അറിയുവാനായിട്ട്, അന്തരാത്മാവിനെ, ആനന്ദത്തിനെ, അതിൻ്റെ ഉള്ളിലുള്ള ശാന്തിയെ, സമാധാനത്തിനെ, അനശ്വരതയെ അറിയാനായിട്ട് അനശ്വരതയുടെ തീനാളമായി വിടർന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം എന്നും നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിരുന്നു. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേദാമാനി ദിവ്യാനി ധസ്തു. ഒരുടഞ്ഞ മൺഭരണിയിൽ നിന്റെ മുത്തച്ഛൻ ഒരുപാടു കഥകൾ കുറിച്ചിരിക്കുന്നു. ഒരു വാക്ഷരക്കോലിനാൽ നിന്റെ മുത്തച്ഛനൊരു ബ്രഹ്മവൃത്തം തുളച്ചിരിക്കുന്നു. എന്നുമേ ഞാൻ എന്നു കണ്ടറിഞ്ഞൊരാത്മസന്ദർശനത്തിനീ ധർമാധ്വരം സാക്ഷി. എന്നുമേ ഞാൻ എന്നു കണ്ടറിഞ്ഞൊരാത്മസന്ദർശനത്തിനീ ധർമാധ്വരം സാക്ഷി. ദുഃഖമാം ഭിക്ഷ തിരിച്ചു നൽകാൻ സർവസൗഖ്യം ഹിതം ബോധചന്ദ്രോദയം സാക്ഷി. ദുഃഖമാം ഭിക്ഷ തിരിച്ചു നൽകാൻ സർവസൗഖ്യം ഹിതം ബോധചന്ദ്രോദയം സാക്ഷി. മകനേ, ഇതിന്ത്യയുടെ മാർത്തടം. മകനേ, ഇതിന്ത്യയുടെ മാർത്തടം.
ഹിമപുഷ്പമുടി തൊട്ടു കാൽമുനമ്പോളം ചുരത്തും വിശ്വത്തിനായി തുടിക്കുമീ മാറിൽ നിന്നൊരു സ്വരജ്വാലയായി നീയുതിർക്ക ഒരു തുടിത്താളവുമെടുത്തുകൊള്ളുക ഈ അമ്മ തൻ പൂമടിയിലേക്ക് ഓടി ഓടി വന്ന് ഉദയമാകുക ഉദയമാകുക ഉദയമാകുക. മധുസൂദനൻ സാറിന്റെ ഒരു കവിതയിലെ ഏതാണ്. അപ്പോ അത്ര മഹത്തരമായ ഒരു പാരമ്പര്യം പേറുന്ന രാഷ്ട്രമാണ് ഭാരതം. അതേപോലെ തന്നെ ഈ സത്യാന്വേഷണത്തിന് നിങ്ങൾക്ക് വളരെയധികം ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വളരെയധികം സഹായിക്കുന്ന ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ മൊഴികളുടെ, അദ്ദേഹം സംസാരിച്ച പല സ്ഥലങ്ങളിൽ സംസാരിച്ച ജ്ഞാനശകലങ്ങളുടെ ഒരു സമാഹാരം കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സത്യാന്വേഷിക്കൊരു വഴികാട്ടി എന്ന പേരിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ അത് ലഭ്യമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഗുരുദേവന്റെ കാഴ്ചപ്പാട് ഭാരതീയതയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച്, മനസ്സിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച്, വിവിധ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് സത്യാന്വേഷിക്കൊരു വഴികാട്ടി. ഈ 3 പുസ്തകങ്ങളാണ് ഞാനിവിടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് 3ഉം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിരിക്കേണ്ട 3 പുസ്തകങ്ങളാണ്. ഭാരതത്തിന്റെ ആന്തരികതയെ അറിയുവാനായിട്ട്, റിയലായിട്ടുള്ള യഥാർത്ഥ ഒരു പൗരനായിട്ട് നമുക്ക് ഏവർക്കും ജീവിച്ചു തുടങ്ങാം. ഈ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ഈ വരുന്ന ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും ഇതിനുള്ള ഒരു ഊർജവും ഉൾപ്രേരണയും ഒരു പ്രചോദനവും നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ടാവും. അതനുസരിച്ച് ജീവിച്ചു തുടങ്ങാം. വീണ്ടും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്.